കേൾക്കാമല്ലോ. പണ്ട് ഒരു വലിയ വനത്തിന്റെ അരികിലുള്ള ചെറിയ ഗ്രാമത്തിൽ മിലി എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾക്ക് തിളക്കമുള്ളതും ജിജ്ഞാസയുള്ളതുമായ കണ്ണുകളുണ്ടായിരുന്നു. ചുറ്റുമുള്ള ലോകമറിയാൻ അവൾ ഇഷ്ടപ്പെട്ടു. എല്ലാ ദിവസവും അവൾ പുതിയ ചെടികളെയും മൃഗങ്ങളെയും കണ്ടുകൊണ്ട് കാട്ടിലേക്ക് അല്പം മുന്നോട്ടു പോകും. ഒരു ദിവസം രാവിലെ മിലി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പാത കണ്ടെത്തി. കൗതുകത്തോടെ അവൾ കാടിന്റെ ആഴത്തിലുള്ള പാത പിന്തുടർന്നു. നടക്കുമ്പോൾ വായുവിലെ തണുപ്പ് കൂടുന്നത് അവൾ അറിഞ്ഞു. അവൾ താമസിയാതെ ഭീമാകാരമായ ഒരു പുരാതന വൃക്ഷം നിൽക്കുന്നിടത്തെത്തി. ആ മരം സൂര്യപ്രകാശത്താൽ തിളങ്ങുന്ന ഇലകളാൽ മൂടപ്പെട്ടിരുന്നു. മിലി മരത്തിന്റെ അടുത്തെത്തി. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് സംസാരിക്കാൻ തുടങ്ങി. ഹായ് മിലി, ഞാൻ മാന്ത്രിക വനത്തിന്റെ സംരക്ഷകനാണ്. നിനക്ക് ശുദ്ധമായ ഒരു ഹൃദയമുണ്ട്. നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. അവൾക്ക് അത്ഭുതമായി, ചെറിയ ഭയവും. എങ്കിലും അവൾ ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ മാന്ത്രിക വനം വിശദീകരിച്ചു. കാടിനെ ജീവനോടെയും മാന്ത്രികതയോടെയും നിലനിർത്താൻ ഈ വനത്തിൽ ഒരു നിധിയുണ്ട്. എന്നാൽ ഈയിടെ വികൃതിയായ കുസൃതിച്ചാത്തൻ അത് പിടിച്ചെടുത്തു. എനിക്ക് നീ കുസൃതിച്ചാത്തനെ കണ്ടെത്തി നിധി തിരികെ കൊണ്ടുതരണം. സഹായിക്കാൻ തീരുമാനിച്ചു മിലി പുറപ്പെട്ടു. അവൾ നടന്നെത്തിയത് ഒരു തോട്ടിലേക്കാണ്. അവിടെ ഫെലിക്സ് എന്ന ഒരു സുഹൃത്തിനെ അവൾ കണ്ടെത്തി. അവൾ കുസൃതിച്ചാത്തനെ കുറിച്ച് അവനോട് അന്വേഷിച്ചു. അവൻ പറഞ്ഞു, വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു ഗുഹയിലാണ് അവന്റെ താമസമെന്ന്. എന്നാൽ ഒരു മുന്നറിയിപ്പും കൊടുത്തു, ആ കുട്ടിച്ചാത്തൻ ഒരു തന്ത്രശാലിയാണ്. അവർ ഗുഹ കണ്ടെത്തി. ശ്രദ്ധാപൂർവം ഗുഹയിലെത്തി നിധിയുടെ മുകളിലിരിക്കുന്ന കുസൃതിച്ചാത്തനെയും കണ്ടെത്തി. ആ മാന്ത്രിക മരത്തിന് കാടിനെ ജീവനോടെ നിലനിർത്താൻ ഈ നിധി ആവശ്യമാണെന്ന് അവൾ അറിയിച്ചു. അതിനാൽ അത് തിരികെ നൽകാൻ അവൾ അവന്റെ സഹായം ചോദിച്ചു. ഇത് താൻ കണ്ടെത്തിയതാണ്, അത് തന്റെയാണ്, അതുകൊണ്ട് തരാൻ സാധ്യമല്ല എന്ന് കുസൃതിച്ചാത്തൻ പറഞ്ഞു. അവൾ അവനെ അനുനയിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ നിധി ആ മരത്തിന് തിരികെ കൊടുത്താൽ ഈ കാര്യം മാന്ത്രികമായി നിലനിൽക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ആസ്വദിക്കാം. കൂടാതെ വേറെ എന്തെങ്കിലും മാന്ത്രികത നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം. ഞാൻ നിന്നെ സഹായിക്കാം. നമുക്ക് പുതിയ നിധി കണ്ടെത്താം. അത് കുസൃതിച്ചാത്തന് സ്വീകാര്യമായി. അവർ ആ നിധി തിരികെ മാന്ത്രിക വനത്തിൽ എത്തിച്ചു. അപ്പോൾ ആ നിധി വലിയ മരതകമായി മാറി. അവർ അത്ഭുതപ്പെട്ടു. അപ്പോൾ കിളികൾ പാടുകയും മൃഗങ്ങൾ നൃത്തം ചെയ്യുകയും പൂക്കൾ വിടരുകയും ഒക്കെ ചെയ്തു. മാന്ത്രിക വനം അവർക്ക് നന്ദി പറഞ്ഞു. മിലിയും കുട്ടിച്ചാത്തനും ഏറ്റവും നല്ല കൂട്ടുകാരായി. നിരവധി സാഹസങ്ങൾ ഒരുമിച്ച് നടത്തി. എല്ലാത്തിലും വലുത് അവരുടെ സൗഹൃദവും മാന്ത്രിക വനത്തിന്റെ അത്ഭുതവുമാണെന്ന് Thank you. Subscribe.